ഗൾഫിലെ ജോലി സ്ഥലത്തേക്ക് നൗഫലിനെ വിളിക്കുമ്പോൾ ഭാര്യ സജ്ന എപ്പോഴും പറയും അവിടുത്തെ ജോലിയൊക്കെ വിട്ടിച്ചുവാ, നമുക്ക് ഇവിടെ ബേക്കറിയൊക്കെ തുടങ്ങി ഒരുമിച്ച് ജീവിക്കാമെന്ന്. പക്ഷെ നൗഫൽ ബേക്കറി തുറന്നു. സജ്നയടക്കമുള്ള പ്രിയപ്പെട്ട ഒരുപാട് പേർ കൂടെ ഇല്ലാതെ. ബേക്കറിക്ക് പേരിട്ടത് ജൂലൈ 30 എന്നാണ്. അന്നാണ് നൗഫൽ ഈ ലോകത്ത് ഒറ്റയ്ക്കായത്. നൗഫലിനെ നമുക്ക് മറക്കാനാകില്ല. വയനാട് ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരായ 11 പേരെയാണ് നൗഫലിന് നഷ്ടമായത്. പേര് വേറൊരു പേര് ആലോചിക്കാൻ പറ്റില്ലല്ലോ നൗഫലെ. ജൂലൈ 30. അതിന്റെ ലോഗോയിൽ ഒരു ആഫ്റ്റർ കൂടി കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുമ്പ് ഞാനിങ്ങനെ പണ്ട് പറഞ്ഞ കഥയൊക്കെ ആലോചിക്കായിരുന്നു. വൈഫ് വിളിക്കുമ്പോൾ എപ്പോഴും തിരിച്ചു വന്ന് ഇവിടെ ബേക്കറി തുടങ്ങണമെന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു സംരംഭത്തിലേക്ക് ഇപ്പോൾ ഈ 2-3 മാസം കൊണ്ട് ഇത് തുടങ്ങിയ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഈ DNAൻ്റെ പ്രശ്നം വന്നു. പേപ്പർ പ്രശ്നങ്ങളൊക്കെ ഡിലേ വന്നപ്പോൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ അങ്ങനെ നിന്ന്. അപ്പോൾ KNMൻ്റെ സംഘടന എന്നോട് വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം ആയിട്ട് തുടങ്ങാൻ പറ്റുമോ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് ഈ ഒരു ഇതാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമാണ് എൻ്റെ കുടുംബത്തിൻ്റെ. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. എനിക്കറിയില്ല ഈ ബേക്കറി പണി എന്താണെന്ന് എനിക്ക് അറിയില്ല ശരിക്ക്. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി അതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സജ്ന അന്ന് ഈ ബേക്കറി എന്ന് പറയുമ്പോൾ ഞാനും വിചാരിച്ച നൗഫൽ അവിടെ എന്തോ ബേക്കറിയാണ് ചെയ്തിരുന്നത്. അല്ല, പക്ഷെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അവരാഗ്രഹമാണ്. അവർ പറഞ്ഞ ഇതൊക്കെ ഒഴിവാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു ഫീൽഡാണത്, ബേക്കറി. എന്നിട്ട് അവർ വന്ന് സഹായിക്കുക, അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിന് ഞങ്ങൾ. നൗഫലിന്റെ ആ ഒരു ചിരി കാണുമ്പോൾ നമുക്കുള്ളിൽ ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു വേദന കൂടി വരുന്നുണ്ട്. കാരണം ജൂലൈ 30 എന്നുള്ളത് നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. നമുക്കിപ്പം കമൽ ചേരുന്നുണ്ട്. കമൽ, നൗഫലിന് ആ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. സജ്ന, നൗഫലിന്റെ ഭാര്യയുടെ ആഗ്രഹമാണ് ഇപ്പോൾ ആ ബേക്കറി ആയിട്ട് മാറിയിട്ടുള്ളത്. ജലക്ഷ്മി, നമ്മൾ അന്ന് ആ ദുരന്തത്തിന് ശേഷം മേപ്പാടിയിൽ നിന്ന് ചൂരൽമല ഭാഗത്തേക്ക് ആ റോഡിലേക്ക് തിരിയുമ്പം തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരുന്നു മുമ്പൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് മേപ്പാടിയിൽ നിന്ന് ചൂരൽമല റോഡിലേക്ക് കയറി ഈ ജൂലൈ 30 എന്ന് പറഞ്ഞ ബേക്കറിയും അതുപോലെ നൗഫലിൻ്റെ ചിരിക്കുന്ന മുഖമൊക്കെ കാണുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു അതിജീവനത്തിൻ്റെ അടയാളമായി ആ ബേക്കറി അവിടെ നിൽക്കുന്നു. ഒരുപാട് പേർ പിന്തുണയുമായി നൗഫലിനൊപ്പമുണ്ട്. ആ കടയിൽ ചായ എടുക്കുന്നത് മുതൽ അവിടുത്തെ ആളുകളൊക്കെ തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തെ താമസക്കാരൊക്കെയാണ്. മുണ്ടക്കൈയിൽ അവിടെ കട നടത്തിയിരുന്നവരുണ്ട്. എല്ലാവരും നൗഫലിനൊപ്പം പിന്തുണയുമായി എത്തുകയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ബേക്കറി അസോസിയേഷൻ്റെ ആളുകളുണ്ടായിരുന്നു. കാരണം നൗഫലിന് ബേക്കറി നടത്തി മുൻപരിചയമില്ല എന്ന് നൗഫൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട പിന്തുണയൊക്കെ ഉറപ്പ് നൽകി ബേക്കറി അസോസിയേഷൻ്റെ നേതാക്കൾ അവിടെയുണ്ട്. ഓരോരുത്തർ പല ഭാഗത്തു നിന്നും, വയനാട്ടിൽ നിന്നല്ല പുറത്തു നിന്നൊക്കെ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും നൗഫലിനെ കണ്ട് സംസാരിക്കുന്നു, ചായ കുടിച്ച് പോകുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയുടെ ഒരു ആഗ്രഹമായിരുന്നു. എപ്പോഴും ഗൾഫിൽ നൗഫലിനെ വിളിക്കുമ്പോൾ പറയും അവിടുത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പോരൂ, നമുക്കൊരു ബേക്കറി തുടങ്ങാം. ഈ സജ്ന നന്നായി കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കി തരാം, ബേക്കറി തുടങ്ങും, പരിചയമൊക്കെ ഒന്നും വേണ്ട, ബാക്കിയൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ KNM സംഘടന എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനുള്ളൊരു സജഷൻ വെച്ചപ്പോൾ നൗഫലിന് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ബേക്കറി തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിന് ജൂലൈ 30 എന്ന് പേരിട്ടു. ആ ലോഗോയിൽ ഒരു ആഫ്റ്റർ കൂടിയുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കാണില്ല. ആഫ്റ്റർ ജൂലൈ 30 ആണ് ആ ബോർഡിലുള്ളത്. എന്തായാലും മറ്റൊരു പേരിനെ കുറിച്ചും നൗഫലിന് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. എന്തായാലും വലിയൊരു സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടായിരുന്നത് മുമ്പൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ. പക്ഷേ ഓരോരുത്തരായി അതിജീവനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചെത്തുന്നു. അവർ അതിജീവിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷം. ജയലക്ഷ്മി. അതെ കമൽ, കാരണം അതിജീവിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് മുന്നോട്ട് പോകണം ജീവിതം. അപ്പോൾ നൗഫലിനും ഇനി ഒരുപാട് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് ശരിക്കും ഇപ്പോൾ നൗഫലിൻ്റെ കഥ നമ്മൾ കേട്ടു. ചൂരൽമലയിലേക്കുള്ള വഴിയിൽ മധുരം നിറച്ച ബേക്കറിയുമായിട്ട് നൗഫൽ നമ്മളൊക്കെ കാത്തിരിപ്പുണ്ട്. ആ വഴി പോകുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബേക്കറിയിൽ കയറണം. അതിജീവനത്തിൻ്റെ ഷട്ടർ നൗഫൽ തുറന്നിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്.